22-ാം തീയതി മെയ് മാസം വെള്ളിയാഴ്ച രാവിലെ 9:30 ഞങ്ങള് ചെങ്ങന്നൂരല്ലേ ഈ സ്ഥലം, ചെങ്ങന്നൂരുള്ള ശുഭാനന്ദ ആശ്രമത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. എന്തോ നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞേ, ഇങ്ങോട്ട് പോവാ. എന്തോ പേര് പറ, അടുത്തുനിന്ന് പറ. കാശി, പാർത്തൻ, നമ്മുടെ പേരെന്തുവാ? ഇത് നമ്മുടെ ഒരു ചേച്ചിയാണ്, ഇവരെ കൊണ്ട് വന്നതല്ലേ. എന്തുവാ പേരെന്തുവാ പറഞ്ഞു? സുശീല. സോ ഇവിടെ കുട്ടികൾക്ക് 4 ദിവസത്തെ 4 5 എത്ര ദിവസത്തെ ക്ലാസ്സാ? 5 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഇന്ന് ഞാൻ ഇവർക്ക് മോട്ടിവേഷൻ നൽകാനായിട്ട് തിരുവല്ല എന്ന് വന്നതാണ്. വിശ്വഭാരതി സിയർ. ഓക്കെ, എല്ലാവിധ ആശംസകളും. എല്ലാവരും ഹായ് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു ഫേമസ് വാചകമാണ് നമ്മൾ പഠിച്ചത്. എന്റെ കൂടെ നിങ്ങൾ നേരിട്ട് പറഞ്ഞേ, when I want to know the future of India. ഇവിടെ പറഞ്ഞേ, when I want to know the future of India, I never look at the stars or the planets, but into the eyes of little children. If their eyes are full of joy and hope. What is the last line? India will have a great future. രണ്ടാമത്തെ ലൈൻ ഓർക്കുന്നോ? I never look at the stars or the planets, but into the eyes of eyes of India. കുട്ടികളെല്ലാം കാണിച്ച eyes of ഉഴപ്പാ കേട്ടോ, അത് അറിയില്ലതൊക്കെ പറഞ്ഞ ഉഴപ്പാണ്. But into the eyes of little children, if their eyes are full of എന്തൊക്കെയാ 2 കാര്യങ്ങൾ പറഞ്ഞേ? സന്തോഷവും വേറെ 2 കാര്യം എന്തുവാ? hope, joy and hope. India will have a ഗ്രേറ്റ് ഫ്യൂച്ചർ. നീയൊക്കെ ഒന്ന് മനസ്സ് വെച്ചാലുണ്ടല്ലോ വലിയ പുലിയാകാം കേട്ടോ, കുഴപ്പമൊന്നും ഇരിക്കല്ലോ. അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. വാ മോള് വാ. എന്തോന്ന് പറഞ്ഞേ? കൃഷ്ണപ്രിയ. എന്തോ പഠിക്കുക? ബികോം ഫസ്റ്റ് ഇയർ. എവിടാ പഠിക്കുന്നേ? തിരുവല്ല മർത്തോമ കോളേജിൽ. ഞാൻ പഠിച്ച കോളേജിൽ പഠിക്കുന്ന ആളാണ് കൃഷ്ണപ്രിയ. അതുകൊണ്ട് കൈയടിച്ചേരാൻ. ഞാൻ പഠിച്ച കോളേജിലെ കുട്ടിയാണ്. പറഞ്ഞു പോയി. When I want to know the future of India, I never look at the planets or stars, but into the eyes of little children. If their eyes were full of joy and hope, India will have a great future. ഗോപിക എത്രല്ല പഠിക്കുന്നേ? ഇവിടെ അടുത്താണോ വീട്? 12th എവിടാ പഠിച്ചത്? IHR. ഓക്കെ, പറഞ്ഞോ കുട്ടി. When I want to know the future of the India, I never look at the stars or planet. I look at the future. But into the eyes of little children. If their eyes are full of joy and hope, India will have a great future. India will have a great future. ഐശ്വര്യ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 4 ഐശ്വര്യ എന്നാണോ? 2 പേരുടെ പേരാണോ? എത്രല്ല പഠിക്കുന്നേ? 1ല്. എത്രല്ല? 2 എത്രല്ല? കണ്ടോ, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ പറയാൻ പോവാണ്. ആയത്തിലായി ഓർക്കുന്നോ? When I want to know the future of India. I look into the eyes of
ആരുടെ കണ്ണി നോക്കൂന്നാ പറഞ്ഞത്? ആ, ലിറ്റിൽ ചിൽഡ്രൻ. If their eyes are full of, ഉറക്കെ പറ, if their eyes are full of, രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ? ജോയ് ആൻഡ് പറ, രണ്ടാമത്തെ ജോയ് ആൻഡ് എന്തോ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ജോയ് ആൻഡ് ഹോപ്പ്. ഇന്ത്യ വിൽ ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ. സോ ഒന്നാമത്തെ ആൾക്ക് എഞ്ചിനീയർ ആകണം, ബാംഗ്ലൂരിൽ പോണം, ബൊളാറോ കാർ. നല്ല സ്വപ്നമാണ്. വെരി ഗുഡ്, കൈയടിക്കാം. വെരി ഗുഡ്. രണ്ടാമത്തെ ആൾക്ക് നമ്മള് 3 ചോദ്യങ്ങളാ ചോദിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും 30ാമത്തെ വയസ്സിൽ എന്തായിരിക്കണം ജോലി, ഏത് സ്ഥലത്തായിരിക്കും അവർ താമസിക്കുന്നത്, ഏത് കാർ ആയിരിക്കും അവിടെ അവർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നേഴ്സിംഗ്, കാനഡ, BMW. ഓ മൈ ഗോഡ്, അടുത്തേ കൈ. എന്തിനാ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നേ? ഒരു BMW കാറിനൊക്കെ എത്ര രൂപയെന്നറിയോ? എത്ര രൂപ? കോടിയൊന്നും ഇല്ലാതെ 75 ലക്ഷം രൂപ, 80 ലക്ഷം രൂപ ഉള്ള ഒരു BMW കാർ വാങ്ങിക്കാം. ഓണം മെമ്പറൊക്കെ മുടങ്ങാതെടുത്താൽ മതി, ഭാഗ്യം ഉണ്ടെങ്കിൽ അടിക്കും. അടുത്തത് എഞ്ചിനീയർ, അമേരിക്ക, നിസാൻ GTR R35. വെരി ഗുഡ്, കൈയടിച്ചേ. ഇലക്ട്രീഷ്യൻ ആകണം, തിരുവനന്തപുരത്തായിരിക്കണം. ധാർ മഹേന്ദ്രയുടെ അല്ലേ ധാർ എന്ന് പറയുന്ന കാർ, അത് വേണം. വെരി ഗുഡ്. പോലീസ് ആകണം, തിരുവനന്തപുരത്തായിരിക്കണം. BMW. പോലീസുകാരൻ BMW വാങ്ങിക്കണേ, ഓടി നടന്ന് കൈക്കൂലി വാങ്ങിക്കേണ്ടി വരും. അല്ലാതെ 1 കോടി രൂപയുടെ കാർ എങ്ങനെ ഒരു സാധാരണ പോലീസുകാരൻ വാങ്ങിക്കുന്നത്? അതുകൊണ്ട് പോലീസുകാരൻ എന്നുള്ള ആള് IPS കാരനാകണം, ഇന്ത്യൻ പോലീസ് സർവീസുകാരനാകണം. IPS കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതാരാ എഴുതിയ പറയുന്നോ? ആരാന്ന് പറയാൻ താല്പര്യമുണ്ടോ? ഇത് എഴുതിയ ആരാന്ന് കൈവക്കാവോ? വെരി ഗുഡ്, മിടുക്കൻ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, തിരുവനന്തപുരത്തോ കാനഡയിലോ എവിടെയും. ഒരു 3-4 കാറുണ്ടല്ലോ, ഫോർറണ്ണർ, പോളോ, GT. ഓ വെരി ഗുഡ്, കൈയടിക്ക്. ഇത് കൊള്ളാമല്ലോ. ഇത് 30ാം വയസ്സിൽ ഞാനൊരു ഡോക്ടറായി ജോലി ചെയ്യും, ഒരു ഗൈനക്കോളജിസ്റ്റ് ആവാനാണ് എനിക്കിഷ്ടം. ഞാൻ അമേരിക്കയിൽ ഒരു ചെറിയ സിറ്റിയിലായിരിക്കും. അമേരിക്ക ചെറിയ സിറ്റി ഒന്നും ഇല്ല. പോഷെ അല്ലെങ്കിൽ താർ. നല്ല പെൺകുട്ടിയാന്നാ തോന്നുന്നത്. കൈവക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ നിർബന്ധിക്കുന്നില്ല. വെരി ഗുഡ്. മോളെ വെടിയെടുത്തു. മോളെ പേരെന്തോ? വിസ്മയങ്ങൾ വിരിയട്ടെ. നമ്മുടെ പുതിയ പ്രധാന മുഖ്യമന്ത്രി പറയുന്ന ഇതാണ്, വിസ്മയങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ്, അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ. ഇത് കൊള്ളാമല്ലോ, തിരിഞ്ഞങ്ങിരുന്നു. വെരി ഗുഡ്, കൊള്ളാം. അത് നല്ലതാ കേട്ടോ. നല്ല മിടുക്കര് പിള്ളേരാ ഇവര്, നല്ല മിടുക്കര് 4 പേര്. അങ്ങനെ ഇരുന്നു. എനിക്ക് ഈ ക്ലാസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ 4 പേരെയാണ്. നമ്മുടെ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യയാണ്. നിങ്ങളും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നിരിക്കുന്നു, ഇവരോട് ഇരിക്കുന്നോ? ഇല്ല. പോലീസ് ആവണം, കോട്ടയം ആയിരിക്കണം, BMW ആയിരിക്കണം. എല്ലാരും BMW കയറി പിടിച്ചേക്കോളും. എഞ്ചിനീയർ ആയിരിക്കണം, അമേരിക്ക ആയിരിക്കണം, BMW M4. ഓ മൈ ഗോഡ്, അങ്ങനെ സ്പെഷ്യൽ ഇതുകൊണ്ട്. ബാങ്ക്മാനെ, തോടൊക്കെ വലുതാകും പോലെ BMW വരുമ്പോ തോട് വലുതാകും. പിന്നെന്തോ പറഞ്ഞേ? തോട്ടിക്കൂടെ കേരളത്തിലെന്നല്ലേ പറഞ്ഞത്? ഞാൻ കേട്ടു. എനിക്ക് നല്ല കേരള ശക്തിയാ. നായകന്മാർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നാണ്. ഒരു പയ്യനുണ്ട്, വെറും ഒരു തെരുവിൽ കിടന്ന് ഫുട്ബോൾ തട്ടി. ആ തെരുവെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഏറ്റവും മോശമായ തെരുവായിരുന്നു. അവിടെ എല്ലാ അസന്മാർഗിക കാര്യങ്ങളും നടക്കുന്ന ഒരു തെരുവായിരുന്നു. പന്ത് തട്ടി പയ്യൻ വേൾഡ് കപ്പ് വരെ കളിച്ചു, വേൾഡ് കപ്പ് ഫൈനലിൽ വരെ കളിച്ചു. ഇപ്പോൾ ആ തെരുവ് അറിയുന്നത് ഈ മനുഷ്യന്റെ തെരുവെന്നാണ്. ആ തെരുവിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മാറി. അവിടെ വലിയ വലിയ വീടുകൾ വന്നു. അവരെല്ലാം മാന്യമായി ജീവിക്കാൻ തുടങ്ങി. കാരണം എന്നാണ്? ഇവന്റെ തെരുവെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. വാട്ട് ഈസ് ഹിസ് നെയിം? ആരാണ് അവന്റെ പേരെന്താണ്?
കിലിയൻ എംബാപ്പെ. എംബാപ്പയുടെ കഥയായി പറഞ്ഞത്. എംബാപ്പയുടെ തെരുവ് മാറി, തെരുവുകൾ മാറും, തോടുകൾ മാറും. ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. ചരിത്രം അതാണ്. നല്ലൊരു ഡയലോഗ് അടിച്ചത്. ആ തോട്ടിൽ കൂടെ കാറ് പോകുന്നു, തോട് വലിയ റോഡാകും അങ്ങനെ. അതാണ് ചരിത്രം. ിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള ദൂരമാണ്. സ്വർഗമന്ദിരം പണിഞ്ഞു സ്വപ്നഭൂമിയിൽ, കാലമെന്റെ കൈകളിൽ വിലങ്ങിടുമ്പോഴും, കാലമെന്റെ കൈകളിൽ വിലങ്ങിടുമ്പോഴും സ്വർഗമന്ദിരം പണിതു. എവിടെയാണ്? സ്വപ്നഭൂമിയിൽ. ഇവിടെ BMW കാനഡയും എഞ്ചിനീയറും എല്ലാം സ്വർഗമന്ദിരമാണ്. സ്വർഗമന്ദിരം പണിഞ്ഞു സ്വപ്നഭൂമിയിൽ, കാലമെന്റെ കൈകളിൽ വിലങ്ങിടുമ്പോഴും, 1000 കിനാക്കളാൽ കുരുന്നുകൂടുമേയിരുന്നുമോ. പഠിക്കാനാണ് അല്ലയോ സാറേ? പഠിക്കാൻ പോകുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? വിഷ്ണു അല്ലേ? വാ. പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും A+ എല്ലാ വിഷയത്തിനും കിട്ടിയാൽ അഡീഷണൽ മാർക്ക് കിട്ടും. പിന്നെ ഡിഗ്രിക്കും വേണം. നിങ്ങൾക്ക് അക്കാഡമിക് ബ്രില്യൻസ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇനി രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. അയ്യോടാ, ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേരറിയാവുന്നവർ കൈവയ്ക്കുക. പറയണ്ട. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരറിയാവുന്നവർ കൈവയ്ക്കുക. അറിയാമോ? മോക്കറിയാമോ? നരേന്ദ്രമോദി അല്ല, അദ്ദേഹം പ്രൈം മിനിസ്റ്ററാ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരറിയാവോ? പറഞ്ഞു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര്, ഭാരതത്തിന്റെ രാഷ്ട്രപതി ഒരു സ്ത്രീയാ. വേറെ ആരാ കൈവക്കിയത്? പറയാമോ? ദ്രൗപതി. ഓക്കെ പറ. നീ ഇവിടെ നിന്ന് പറ. ഓടി. ഓ, പണിയായല്ലോ, ഇയാള് നമ്മളെ കൊണ്ടേ പോകുന്നു. എന്തോ പേര് പറഞ്ഞേ? ദ്രൗപതി മുർമു. നമ്മുടെ പേര് പറഞ്ഞേ? ഗോകുൽ ഗോപകുമാർ. എത്രാം ക്ലാസ്സിലാ? 11th കഴിഞ്ഞു. 11th കഴിഞ്ഞ നമ്മുടെ ഗോകുൽ അല്ലേ? ഒരു കൈയടിച്ചേ, നിങ്ങൾ കൈയടിക്കത്. സോ ദ്രൗപതി മുർമു എന്നതാണ് ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേര്. ഇന്ത്യക്ക് ഒരു കോടതിയുണ്ട് ഡൽഹിയിൽ. ആ കോടതിയുടെ പേരെന്തോ? ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ തെരുവ് നായ്ക്കളെയൊക്കെ നമുക്ക് വേണേൽ കൊല്ലാവുന്നൊക്കെ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം പത്രമൊക്കെ വായിക്കുവാണെങ്കിൽ അതിനകത്തുണ്ട്. ആ കോടതിയുടെ പേരെന്തോ? ഹൈക്കോടതിയാണോ ഡൽഹിയിലുള്ളത്? ഹൈക്കോടതി എറണാകുളത്താണുള്ളത്, കൊച്ചിയില. സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ്. സുപ്രീം കോടതിക്ക് ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ആർക്കെങ്കിലും അറിയാവോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ പേര്? വേണ്ട സാറേ, ഞങ്ങളൊന്നും ആ ടൈപ്പല്ല. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? നിങ്ങളിപ്പോ അടുത്ത ആഴ്ച ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ചോദ്യമായത്, നെയിം ദ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. സൂര്യകാന്ത് എന്നാണ്, ജസ്റ്റിസ് സൂര്യകാന്ത്. എന്റെ അമ്മാച്ചന്റെ മോനൊന്നും അല്ല ഇത്, ഞാൻ കുത്തിയിരുന്ന് കാണാതെ പഠിക്കുന്നതാണ്. അതുകൊണ്ട് GK നമ്മള് കാണാതെ പഠിച്ചേ ഒക്കത്തുള്ളൂ. ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞൊരു സാധനം അറിയോ? കേട്ടിട്ടുണ്ടോ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഉണ്ടോ? 1945 UN ചാർട്ടർ പ്രകാരം ആരംഭിച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്നത്തെ സെക്രട്ടറി ജനറലിന്റെ പേരെന്താണ്? ആർക്കെങ്കിലും പറയുവാണെങ്കിൽ ഫ്യൂച്ചർ IAS കാരനാണ്, ഉറപ്പാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിഗ്വീലി. ഇതെല്ലാം ഞാൻ കുത്തിയിരുന്ന് കാണാൻ പഠിച്ച. അതുകൊണ്ട് ജനറൽ നോളജ് ആരും ജനിക്കുമ്പോഴേ പഠിച്ചോണ്ട് വരുന്നതാണോ സാറേ? അല്ല, പഠിക്കണം. നമുക്ക് കാണാൻ പഠിക്കാനാ വയ്യാത്തത്. നിങ്ങൾ PSC പരീക്ഷ തൊട്ട് ഏത് പരീക്ഷ എഴുതിയാലും ഇങ്ങനത്തെ ഒരു 10,000 അല്ലെ 1,00,000 കാര്യങ്ങൾ കാണാൻ പഠിച്ചിരിക്കണം. മാതൃഭൂമി, GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇത് സ്പെഷ്യൽ എഡീഷൻ ആയതുകൊണ്ട് 60 രൂപയാണ് ഒരു മാസം. 60 രൂപ. അയ്യോ, 60 രൂപയോ? കുഴിമന്തി കഴിക്കാറുണ്ടോ? ഇല്ല. KFC ചിക്കൻ കഴിക്കാറുണ്ടോ? ഉണ്ട്. KFC ചിക്കൻ എത്ര രൂപയാ? 12 പീസുള്ള ബക്കറ്റിന് 700 രൂപ, 800 രൂപ.
കുഴിമന്തിക്ക് എത്ര രൂപയാ? 800 രൂപ. ഒരു കുഴപ്പമില്ല. 60 രൂപ നൽകുന്നു. കാഡ്ബറീസ് ഡയറി മിൽക്ക് സിൽക്കിന് എത്ര രൂപയാ? 160 രൂപ. ഒരു കുഴപ്പമില്ല. ഇത് ഒരു മാസത്തേക്ക് നിങ്ങളുടെ ജനറൽ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ എല്ലാ മാസവും മലയാളത്തിലാണ്. അതുകൊണ്ട് നല്ല സൗകര്യമായിട്ട് ഓരോ ആഴ്ചയും ഓരോ മാസത്തെയും ലോകത്ത് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയിൽ നടന്ന, കണ്ടോ, സ്പോർട്സ് അറ്റ് എ ഗ്ലാൻസ്. ഈ അവസാനത്തെ 5-6 പേജ് വായിച്ചാൽ മതി. ഈ കഴിഞ്ഞ മാസം ലോകത്ത് നടന്ന കായിക വാർത്തകൾ, കറണ്ട് ഇവന്റ്സ് അറ്റ് എ ഗ്ലാൻസ്. കണ്ടോ, ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് ആരാണ്, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന മാഗസിൻ വായിക്കാൻ ശ്രമിക്കൂ. 60 രൂപയുള്ള ഒരു മാസത്തെ ഇൻവെസ്റ്റ്മെന്റ്, അത്ര വലിയ കൂടിയ തുകയൊന്നും അല്ല. മലയാളത്തിൽ നമുക്ക് വായിക്കുകയും ചെയ്യാം. ഞാനിത് എല്ലാ മാസവും വായിക്കുന്നതാണ്, അങ്ങനെ ഇതൊക്കെ പഠിക്കുന്നത്. ഇതെങ്കിലും ഏറ്റവും കുറഞ്ഞത് വായിച്ചിരിക്കണം. ഈ കുട്ടി മാർത്തോമ കോളേജിലാണ് പഠിക്കുന്നത്. മാർത്തോമ കോളേജിൽ ഒരു സുന്ദര ലൈബ്രറി ഉണ്ട്. കയറുവോ ലൈബ്രറി? അപ്പൊ നമ്മളിവിടെ തിരുവല്ല ചെങ്ങരൂരിലെ ശുഭാനന്ദ, ശ്രീ ശുഭാനന്ദ ആശ്രമത്തിലെ കുട്ടികൾ ഇവിടെ എന്തോ നടക്കുന്ന അവധിക്കാല ക്യാമ്പാണ്. അപ്പൊ ഇന്ന് മോട്ടിവേഷന് വേണ്ടി വന്നതാണ്. നമ്മൾ ഇന്നൊരു ചേച്ചിയെ കുറിച്ച് പഠിച്ചു. ഏത് ചേച്ചിയാണ്? ചേച്ചിയുടെ പേരെന്താണ്? ശ്രീജ. ഈ ചേച്ചി ഏത് പരീക്ഷയെ പാസ്സായത്? ഏത് പരീക്ഷയെ പാസ്സായത്? IAS പരീക്ഷ പാസ്സായ ചേച്ചി. എത്ര പേര് പരീക്ഷ എഴുതും? IAS പരീക്ഷ എത്ര പേര് എഴുതും പരീക്ഷ? ഉറക്കെ പറ. എത്ര പേര് എഴുതും? 10 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയിൽ ചേച്ചിക്ക് എത്രാമത്തെ റാങ്കാണ്? ഓ മൈ ഗോഡ്. ചേച്ചിയുടെ അച്ഛൻ എന്താണ് ജോലി? ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. അമ്മ ഒരു വീട്ടമ്മയാണ്. ഈ ചേച്ചിക്ക് എങ്ങനെയാ ഫസ്റ്റ് 57ാമത്തെ റാങ്ക് കിട്ടാനുള്ള കാര്യം എന്താണ്? എന്തോ രഹസ്യമായിട്ട് ഉറക്കെ പറഞ്ഞേ. ചേച്ചി കഠിനമായി അധ്വാനിച്ചു. അതുകൊണ്ട് നിങ്ങളും കഠിനമായി അധ്വാനിക്കുവോ? അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും വകയായിട്ട്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും അധ്യാപകരുടെ എല്ലാം വകയായിട്ട് നമ്മുടെ ശ്രീജ ചേച്ചിക്ക്, ശ്രീജ മാഡത്തിന് നമ്മളുടെ എല്ലാം അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും അറിയിക്കുക. We are not getting enough job after studies. I think that is a problem. Okay, then what are the potential of Kerala? In which field Kerala can get more money and get more jobs for the youth? Can you tell 1 or 2 fields? Political field, then tourism. Do you know about which are the important places in Kerala which are associated with tourism? Can you tell a few places? Tenmala. Tourist destination in Kerala, internationally famed tourist destination. So നമ്മുടെ വിഷ്ണു സാർ ഗുരുവിന്റെ പാദപൽപ്പനയിലേക്ക് നമിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും നടന്നു വരുന്ന അവധിക്കാല ക്യാമ്പ് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ട, എന്നെയൊക്കെ എന്തെങ്കിലും ആക്കിയത് തിരുവല്ല മാർത്തോമ കോളേജാണ്. ആ കോളേജിന്റെ ഒരു പ്രതിനിധിയാണ് പ്രിയപ്പെട്ട മാത്യു കോച്ച് സാറ്. ഞാനൊക്കെ കോളേജിൽ ചെല്ലുന്നതിന് മുൻപ് ഫേസ്ബുക്ക് വഴി മാർത്തോമ കോളേജിനെ കുറിച്ച് പല വീഡിയോസ് ഒക്കെ ഇടുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധേയനായിരുന്നു. പിന്നീട് മാർത്തോമ കോളേജിൽ ചെന്നപ്പോൾ പല കാര്യങ്ങളുമായി മുന്നോട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ സഭയുടെ കാര്യത്തിലാണെങ്കിലും കോളേജിന്റെ പ്രവർത്തനത്തിലാണെങ്കിലും അതിൽ നിന്നെല്ലാം അപ്പുറം അലൂമിനിയുടെ പ്രവർത്തനത്തിലാണെങ്കിലും ആക്റ്റീവായി നിൽക്കുന്ന മാത്യു കോച്ച് സാറ് ഇന്ന് ഈ ആശ്രമത്തിൽ കടന്നു വന്നത് വലിയ സന്തോഷവും അനുഗ്രഹവും നൽകുന്ന കാര്യമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കൃഷ്ണയൊക്കെയാണ് കൃഷ്ണയും കണ്ണനും ഒക്കെ മാർത്തോമ കോളേജിൽ പഠിക്കുന്നു. എന്നെയൊക്കെ സംബന്ധിച്ച് ജീവിതത്തിലേക്ക് പൊൻതൂവലായി കടന്നു വന്നത് ഭാഗ്യസ്മരണീയനായ ക്രിസോസ്റ്റം തിരുമേനിയായിരുന്നു. തിരുമേനിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തിരുവല്ല മാർത്തോമ കോളേജിൽ അഡ്മിഷൻ എടുത്തതും മുന്നോട്ട് പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയതും. ആ കോളേജിൽ ചെന്നപ്പോൾ മുതലാണ് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലും എഴുത്തിന്റെ രംഗങ്ങളിലോട്ടൊക്കെ കടന്നു പോകാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ സമയത്ത് ജി കോച്ചി സാറിനെയും അതുപോലെ തന്നെ വർഗീസ് മാലക്കര സാറിനെയൊക്കെ ഓർക്കുകയാണ്. അവരൊക്കെ നൽകിയ പിന്തുണയൊക്കെ മാത്രമല്ല സി എ വർഗീസ് സാറിനെയൊക്കെ ഓർക്കുന്നു. അത് അനിമിസ്, അതെ അത് അവരെയൊക്കെ ഓർക്കുന്നു. അതിനെല്ലാം അപ്പുറം ഒരു പൊതുരംഗത്തേക്ക് ഞാനിങ്ങനെ ഇടുങ്ങിയ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം ആദ്യമായിട്ടൊരു പൊതുരംഗത്തേക്ക് കടന്നു വന്നത് തിരുവല്ല മാർത്തോമ കോളേജിൽ KSUയിലൂടെയാണ്.
അത് ഓർക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജിലെ ചെയർമാനായി സ്ഥാനമേറ്റ സമയത്തിനെയൊക്കെ ഓർക്കുകയാണ്. മാത്രമല്ല ഞങ്ങൾ നടത്തിയ ഇന്റർ കോളേജ് ഫെസ്റ്റ് സാർ ഓർക്കുന്നുണ്ടായിരിക്കും, മ്യൂസസ് 2022. അതൊക്കെ നടത്തിയ സമയത്ത് സാറിന്റെയൊക്കെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സാർ ഇവിടെ വന്ന ഈ നിമിഷത്തെ ഒരുപാട് നന്ദി, ശാഖയിൽ ഒരു അംഗം എന്ന നിലയിൽ ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് വലിയ പ്രചോദനമായ ക്ലാസ്സുകളാണ് ഞാൻ ഇന്നൊരു നിമിഷം കൊണ്ട് എനിക്ക് കാണുവാൻ സാധിച്ചത്. സാറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ ഉണ്ടാകട്ടെ. അതിനെല്ലാം അപ്പുറം ഭാഗ്യസ്മരണീയനായ ക്രിസോസ്റ്റം തിരുമേനിയുടെ അനുഗ്രഹവും ഇന്നിരിക്കുന്ന തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. പിന്നീട് GK കൂട്ടാൻ ബാലരമയുടെ ഡൈജസ്റ്റ്. ഈ 3 മാഗസിൻ ഞാൻ സ്ഥിരമായിട്ട് വായിക്കാറുള്ളതാണ്. പിന്നെ ഓൺലൈൻ ടൈം മാഗസിൻ തൊട്ട് വാഷിംഗ്ടൺ പോസ്റ്റ് വരെ എല്ലാം വായിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷും ഗ്രാമറും എല്ലാം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്കൂളിൽ നിന്നും ഏറ്റവും നല്ല കുട്ടി, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ്, ഞാൻ പഠിച്ച സ്കൂളിൽ 7 വരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 8 വേറെ സ്കൂളിലോട്ട് മാറി. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് കിട്ടിയ പുസ്തകമാണിത്. എനിക്ക് 12 വയസ്സുണ്ടായിരുന്നപ്പം കിട്ടിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം 12ാമത്തെ വയസ്സിലാണ് കിട്ടിയത്. ഞാനിത് 27ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. 15 വർഷം ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് വീട്ടിൽ. ഞങ്ങളുടെ അമ്മ സൂക്ഷിച്ചു വെച്ചതാണ്. ഞാനിപ്പോഴും ആലോചിക്കുന്ന 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു ബുക്ക്, ഞാൻ അതെല്ലാം എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ സ്കൂളിന്റെ പേരും എല്ലാം എഴുതിയിട്ടുണ്ട്. കൊടുത്ത ആ സ്കൂളുകാർക്ക് ഒരു കുതിരപ്പവൻ കൊടുക്കണം. മഞ്ഞാടിയിലുള്ള മർത്തോമാ സേവിയ സംഘം സ്കൂൾ എന്ന് പറയുന്ന സ്കൂളാണ്. മൊമെന്റോ തട്ടി അടുക്കി വെച്ചേക്കുവാ വീട്ടിലെ ഷോക്കേസ്. വല്ല പ്രയോജനവും ഉണ്ടോ? അത് പിന്നെ ഇടക്കിടയ്ക്ക് തൂക്കാൻ പോകാം, ക്ലാവ് പിടിച്ചു പോകും. അതുകൊണ്ട് പേരൻസ് ഒക്കെ സ്കൂളിൽ ചെന്ന് PTO പറയണം, നിങ്ങൾ മൊമെന്റോ ഒന്നും കൊടുക്കണ്ട, ഒരു 100 രൂപയുടെ പുസ്തകമാണ്, അല്ലെ 50 രൂപയുടെ പുസ്തകമാണെങ്കിൽ പുസ്തകം കൊടുക്ക്. കുട്ടികൾ നല്ല പുസ്തകം വായിച്ച് വളരട്ടെ. ഇന്നെല്ലാം ഷോയാ. അതായി മൊമെന്റോയുടെ ഇത്. Citizen of India. Armed with technology. Knowledge. And love for my nation. I realize. Small aim is the drive. അപ്പോൾ 2026 മെയ് മാസം 22-ാം തീയതി ചെങ്ങന്നൂരിലുള്ള ശ്രീ ശുഭാനന്ദ ആശ്രമത്തിലെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ കഴിയുകയാണ്. എനിക്കൊരു അവസരം കിട്ടി. ഇവിടുത്തെ സാറന്മാരൊക്കെ ഇവിടെ നല്ല സപ്പോർട്ടുണ്ട്. ഇവര് നമ്മുടെ അരുണുണ്ട്. അരുണാണ് ഇങ്ങോട്ട് മാറണേ, മാറി നിൽക്കാതെ. ഇദ്ദേഹമൊക്കെയാണ് നമുക്ക് നല്ല ലീഡർഷിപ്പ് കൊടുക്കുന്നത്. വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. 10-30ഓളം കുട്ടികൾ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് സ്മോൾ എയിം ഈസ് എ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ശ്രീജ മാഡത്തിന്റെ കഥ പറഞ്ഞു. പിന്നെ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, പിന്നെന്തോ വേണം, GK എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇങ്ങനെ മാത്തമാറ്റിക്സ് എങ്ങനെ പഠിക്കാം, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ സോങ് ഓഫ് യൂത്ത് നമ്മളുടെ ചെറുപ്പക്കാർ ഇന്ന് നല്ല ശബ്ദത്തിൽ പറയുകയാണ്. ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. പോരല്ലോ, ഇച്ചിരൂടെ ശബ്ദം വേണമല്ലോ. ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, armed with technology, knowledge, and love for my nation, I realize small aim is a crime. Armed with technology, knowledge, and love for my nation, I realize small aim is a crime. Small aim is a crime. Small aim is a crime. അപ്പോൾ ഇവിടെ 10-30 കുട്ടികൾ തീരുമാനിച്ചിരിക്കുകയാണ്, ചെറിയ ലക്ഷ്യം കുറ്റകരമാണ്. ഇവരിൽ നിന്നും ഭാവിയിൽ നല്ല നല്ല ശാസ്ത്രജ്ഞന്മാർ വരട്ടെ, നല്ല IAS ഓഫീസേഴ്സ് വരട്ടെ, നല്ല ഡോക്ടർമാർ വരട്ടെ, നല്ല എഞ്ചിനീയർമാർ വരട്ടെ, നല്ല അധ്യാപകർ വരട്ടെ. പിന്നെന്തൊക്കെയാ വേണ്ടത്? നല്ല വക്കീലന്മാർ വരട്ടെ, നല്ല MBA-ക്കാർ വരട്ടെ, നല്ല ബിസിനസ്സുകാർ വരട്ടെ, നല്ല തൊഴിലാളികൾ വരട്ടെ, നല്ല അമ്മമാരുണ്ടാകട്ടെ, നല്ല അച്ഛന്മാരുണ്ടാകട്ടെ. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നല്ല ഒരു ജീവിതം നിങ്ങളെല്ലാം വരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്മോൾ എയിം ഈസ്
സ്മോൾ എയിം ഈസ് പ്രവർത്തിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബ്രേക്ക് കഴിഞ്ഞു. അടുത്ത ഒരു ആദരവുണ്ട്. അതിനുവേണ്ടി പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നല്ല കുട്ടികളാണ്. നമുക്ക് ഇനിയും പലതും ഇവിടെ ചെയ്യാനുണ്ട്. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു. മനോഹരമായ ഒരു സെഷൻ ആയിരുന്നു. എനിക്ക് ശരിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ഒരു നാട്ടിലെ നല്ല ചേട്ടന്മാരും ചേച്ചിമാരും മാതാപിതാക്കളും ഇതിന്റെ സംഘാടകരും എല്ലാം അവരുടെ എല്ലാം മുഖത്ത് നല്ലൊരു സന്തോഷവും പ്രത്യാശയും ഉണ്ട്. സന്തോഷമുള്ള മനുഷ്യർ ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് കൊച്ചുകുട്ടികളുടെ ചിരി കണ്ടില്ലേ? എല്ലാവരുടെയും ചിരിയാണ്. ഈ ചിരിയിലാണ് ഭാരതത്തിന്റെ ഭാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആശ്രമം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായില്ലേ? സന്തോഷമായോ? നല്ലപോലെ പഠിക്കുവോ? പഠിച്ച് നല്ല മിടുക്കരാവോ? അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? സ്മോൾ എയിം ഈസ് എ ക്രൈം. പറഞ്ഞേ, സ്മോൾ എയിം ഈസ് എ ക്രൈം. സ്മോൾ എയിം ഈസ് എ ക്രൈം. എല്ലാരും ഒന്ന് ക്ലോസ് എടുത്ത് വാ. ചിരിച്ചു. എല്ലാരും ചിരിച്ചു. ഹായ് പറ. എല്ലാവർക്കും നമ്മുടെ ആശംസകൾ നേരുന്നു. ഓക്കെ. ചാനലിന്റെ പേര് എന്റെ ആ പേര് മാത്യു കോശി അടിച്ചു കൊടുത്താൽ മതി. എല്ലാരും ചിരിച്ചോ? വീഡിയോയിൽ നമുക്ക് സെൽഫി ആയിട്ട് എടുക്കാം. കുഴപ്പമില്ല. ചിരിച്ചോ? സ്മൈൽ. ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, വെരി ഗുഡ്. എല്ലാം നല്ല സന്തോഷമുള്ള ഫേസസ് കേട്ടോ. അത് വലിയ കാര്യം. ഇത്ര സന്തോഷമുള്ള ജനങ്ങളൊക്കെ കേരളത്തിലുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. സോ ഗ്രേറ്റ് ഫീലിങ്സ് ഹിയർ. തൊഴിലാളികൾ വരട്ടെ, നല്ല അമ്മമാരുണ്ടാകട്ടെ, നല്ല അച്ഛന്മാരുണ്ടാകട്ടെ. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നല്ല ഒരു ജീവിതം നിങ്ങളെല്ലാം വരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്മോൾ എയിം ഈസ്